സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം തുടരുന്നു. ഭാഗം 4. വിമല തളർന്നുപോയി. ഉരുക്കുകമ്പി പോലെ വലിഞ്ഞു മുറുകി നിന്ന ഞരമ്പുകൾ, പേശികൾ, ചിന്തകൾ എല്ലാം ഉലഞ്ഞയഞ്ഞു. മമ്മി, എനിക്ക് പേടിയാ, പോവാം. അവൻ്റെ ശബ്ദം വിമലയെ മുറിപ്പെടുത്തി. ഉൾക്കിടിലത്തോടെ അവൾ കരിങ്കൽ ക്വാറിയിലേക്ക് നോക്കി. തലച്ചോറിൽ ഇതുവരെ മുഴുങ്ങിക്കൊണ്ടിരുന്ന മരണത്തിൻ്റെ ചൂളം വിളി കേൾക്കാനില്ല. നെഞ്ചിൽ ചീറിയടിച്ചുകൊണ്ടിരുന്ന ശീതച്ചുഴലി അപ്രത്യക്ഷമായി. അന്ധയും ബധിരയുമായിരുന്നു താനെന്ന് വിമലയ്ക്ക് തോന്നി. മരണത്തിൻ്റെ ഇരുണ്ട തണുത്തുറഞ്ഞ നിശബ്ദമായ ലോകത്തു നിന്നും ഒരു കറുത്ത വാതിൽ വിരി വകഞ്ഞുമാറ്റി ജീവിതത്തിൻ്റെ ശബ്ദായമാനമായ ലോകത്തേക്ക് കാലെടുത്തു വെച്ചതുപോലെ. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുഴഞ്ഞ പാദങ്ങളോടെ അവൾ അമ്മുവിൻ്റെയും അമലിൻ്റെയും അരികെ ചെന്നു. ഒരു ടോർച്ചിൻ്റെ പ്രകാശവൃത്തം അവരുടെ മീതെ വീണു. വിമലേ, വിമലേ, ആനിയുടെ വിളിയച്ച. വിമല നടുങ്ങി. അവൾ കുട്ടികളെയും കൊണ്ട് വീടിന് നേർക്ക് നീങ്ങി. പിൻമുറ്റത്ത് ചെന്നപ്പോൾ ആനിയും ജോൺസാറും. ഈ രാത്രിയിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ എവിടെ പോയി വിമലേ? വിമലയുടെ മുഖം രക്തം വാർന്നു പോയതുപോലെ വിളറി. മോൻ്റെ കരച്ചിൽ കേട്ടല്ലോ, നീ അവിടെ എന്തെടുക്കുമായിരുന്നു? വിമലയ്ക്ക് മറുപടി പറയാൻ കരുത്തുണ്ടായില്ല. ആനി അവളെയും കുഞ്ഞുങ്ങളെയും മാറി മാറി നോക്കി. പേടി കിട്ടിയതുപോലെ ആനിയുടെ ഉടലൊന്നു വിറച്ചു. അവർ ഭർത്താവിനെ നോക്കി. ജോൺസാർ സ്തബ്ധനായി വിമലയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വിമലേ, നീ ആനി അവളുടെ ചുമലിൽ പിടിച്ച് മെല്ലെ വിളിച്ചു. വിമല വേഗം കുട്ടികളെയും കൊണ്ട് വീടിനുള്ളിൽ കയറി വാതിലടച്ചു. ഉൾക്കിടിലങ്ങളോടെ അന്യോന്യം നോക്കി ഏതാനും നിമിഷം നിന്ന ശേഷം ജോൺസാറും ആനിയും തിരിച്ചുപോയി. കുഞ്ഞുവാവയെ പായിന്മേ കിടത്തിയിട്ട് വിമല ചുമരും ചാരി വെറും നിലത്തിരുന്നു. അവളുടെ കാൽച്ചുവട്ടിൽ അമ്മുവും അമലയും. അമ്മു അപ്പോഴും കണ്ണിമയ്ക്കാതെ അവളെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വിമലയ്ക്ക് ആ നോട്ടം നേരിടാൻ കരുത്തുണ്ടായില്ല. വാൾമിന പോലെ അത് ഹൃദയത്തെ മുറിപ്പെടുത്തി. മമ്മി, അമൽ അവളുടെ തോളിൽ തോണ്ടി വിളിച്ചു. നമ്മൾ എന്തിനാ മമ്മി അവിടെ പോയേ? വിമല ഞെട്ടി. എന്തിനാ മമ്മി? വിമല ഒരേങ്ങലോടെ കാൽമുട്ടുകളിലേക്ക് മുഖം ചായച്ചു. അവളുടെ ഉടൽ ഓരോ ഏങ്ങലടിയിലും കുലുങ്ങി വിറച്ചു. തണുത്ത കൈത്തലം കവളത്തമർന്നതറിഞ്ഞ് വിമല പതുക്കെ മുഖമുയർത്തി. അമ്മു. അവളുടെ കൊച്ചു കവിളിണകളിൽ 2 ചാലുകൾ തിളങ്ങി. ചുണ്ടുകൾ വിതുമ്പി. എൻ്റെ മോളെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിമല അവളെ വാരിയെടുത്ത് ആശ്ലേഷിച്ചു. അവളുടെ മുഖത്തും നെറുകയിലും തുരുതുരെ ചുംബിച്ചു. വിമലയും 3 കുഞ്ഞുങ്ങളും നാടും വീടും വിട്ടു പോവുകയാണ്. നമ്മൾ എങ്ങോട്ട് പോകും? ആനി അമ്പരപ്പോടെ ചോദിച്ചു. വിമല കൈമലർത്തി. അവൾക്ക് തന്നെ നിശ്ചയമില്ല. നാളെ അവർ വരും. അതിനു മുമ്പ് ഇറങ്ങിക്കൊടുക്കണ്ടേ? ആ ചിലമ്പിച്ച നിരാശ നിറഞ്ഞ സ്വരത്തിനുടമ വിമലയല്ലെന്ന് ആനിക്ക് തോന്നി. ഇന്നലെ വരെ എനിക്ക് നല്ല ധൈര്യമായിരുന്നു. ജീവിതം മതിയെന്ന് തോന്നുമ്പോൾ അത് അവസാനിപ്പിച്ച് കളയാന്ന്. ഇന്നലെ എനിക്ക് മനസ്സിലായി, ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അതിനും വയ്യാന്ന്. വിമല വിങ്ങിപ്പൊട്ടി. ആത്മഹത്യ ചെയ്യാൻ ഇന്നലെ കിട്ടിയിടത്തോളം ധൈര്യം ഇനിയൊരിക്കലും എനിക്ക് കിട്ടില്ല. മോളുടെ ഒരു നോട്ടം, മോൻ്റെ പേടിച്ചുള്ള ഒരു കരച്ചിൽ, ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് 4 ശവങ്ങൾ. വിമല സാരിത്തുമ്പ് ഉയർത്തി കണ്ണു തുടച്ചു. അബദ്ധം പറയാതെ വിമലേ, ഇനി അങ്ങനെ ചിന്തിക്കുക പോലും അരുത്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലെന്ന് വിചാരിക്ക്. എന്നാലും ഈ പൊന്നോമനകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിനക്ക് എങ്ങനെ സാധിച്ചു വിമലേ? ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അത്രയ്ക്ക് വേദന ഞാൻ അനുഭവിച്ചു പോയി. വിമല തേങ്ങി. അതുപോലൊരു വിഷമം ഉണ്ടായിട്ടില്ല ഒരിക്കലും. ഇന്നലെ അച്ചായൻ വന്നപ്പോൾ ഒരുപാട് രാത്രിയായി. ടൗണിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് കുഞ്ഞച്ചനെ കണ്ട കാര്യം പറയാൻ വന്നതാ ഞങ്ങൾ. അന്നേരം വീട്ടിലാരുമില്ല. വാതിലൊക്കെ തുറന്നു കിടക്കുന്നു. അപ്പോഴാ പാറമടയെന്ന് മോൻ്റെ കരച്ചിൽ കേട്ടത്. വിമല മുഖം താഴ്ത്തി നിന്നു. കുഞ്ഞച്ചൻ 2-3 ആൾക്കാരോടൊപ്പം ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് അച്ചായൻ കാറിലിരിക്കുമ്പോൾ കണ്ടത്രേ. വിമല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇക്കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഇനിയും പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് എന്താ കാര്യം? അതും ഒരു കണക്കിന് ശരിയാ. എന്നാലും നീ ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യും വിമലേ? വിമലയുടെ ശൂന്യമായ നോട്ടം വിദൂരതയിലേക്ക് പാഞ്ഞു. നിന്റെ കയ്യിൽ രൂപ വല്ലതുമുണ്ടോ? എവിടേക്ക് പോകണമെങ്കിലും കാശില്ലാതെ പറ്റില്ലല്ലോ, ആനി ചോദിച്ചു. കുറച്ച് ദിവസം വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കൂടാം. പിന്നെ പള്ളിയിലച്ഛനോടോ മറ്റോ പറഞ്ഞ്. വേണ്ട ചേച്ചി, ഞങ്ങളോട് ചേച്ചിക്ക് ഇപ്പോഴുള്ള സ്നേഹവും കാരുണ്യം കൂടി ഇല്ലാതാക്കണ്ട. അഭയം തന്നാലും എത്ര നാൾ തരാൻ പറ്റും? എന്തായാലും ഞങ്ങൾ പെരുവഴിയിൽ ഇറങ്ങണ്ടേ? അത് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ. ആനി ഒന്നും മിണ്ടാതെ അനുകമ്പയോടെ അവളെ നോക്കി നിന്നു. മുറ്റത്ത് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ ഒച്ച വെച്ച് കളിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രധാന വാതിലൊഴികെ
മറ്റെല്ലാം അടഞ്ഞു കിടന്നിരുന്നതിനാൽ ദേവാലയത്തിനുള്ളിൽ വെളിച്ചം മങ്ങിയിരുന്നു. പച്ചയും ചുവപ്പും നീലയും ഇടകലർന്ന ചില്ല ജനാലകളിലൂടെ അൾത്താരയിലും വലിയ ചുവന്ന തിരശ്ശീലയിലും നിറങ്ങളുള്ള വെളിച്ചം പതിഞ്ഞു കിടന്നു. വിമല ചുവപ്പ് പരവതാനിയിൽ മുട്ടുകുത്തി കൈകൂപ്പി നിന്നു പ്രാർത്ഥിച്ചു. അമ്മുവും അമലും അവളെ അനുകരിച്ച് മുട്ടുകുത്തി. കുഞ്ഞുവാവ ആഹ്ലാദത്തോടെ മിനുസമാർന്ന മൊസൈക്ക് തറയിലൂടെ തെന്നി തെന്നി നടന്നു. പിന്നെ മുട്ടിന്മേൽ നീന്തി. ഒടുവിൽ മൊസൈക്കിൻ്റെ തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് തറയിൽ കവിളമർത്തി കമിഴ്ന്നു കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അമലും അവനോടൊപ്പം കൂടി. കളിയും ചിരിയുമായി. ദേവാലയത്തിൻ്റെ നിശബ്ദതയിൽ കുഞ്ഞുങ്ങളുടെ ഒച്ചയും ചിരിയും പ്രതിധ്വനിച്ചു. അൾത്താരയ്ക്ക് മുന്നിലെ ചില്ല് പേടകത്തിനുള്ളിൽ കെടാവിളക്ക് പിടഞ്ഞുകൊണ്ടിരുന്നു. വായുവിനും തണുപ്പും കുന്തിരിക്കത്തിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു. ശിരസിൽ മുൾക്കിരീടം ചൂടി, കൈകാലുകൾ ആണികളാൽ തറയ്ക്കപ്പെട്ട്, നെഞ്ചിൽ കുന്തമുനകളാൽ ആഴത്തിലുള്ള മുറിവേറ്റ് അർദ്ധനഗ്നനായി, ദേഹമെമ്പാടും ചോര വാർന്നൊഴുകി, ശിരസ് തോളിനു നേർക്ക് ചായ്ച്ച് കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ രൂപത്തിലായിരുന്നു വിമലയുടെ കണ്ണുകൾ. അനേകമനേക സ്മരണകൾ അവളുടെ അന്തരംഗത്തിലൂടെ കടന്നുപോയി. ഒരിക്കൽ താൻ അനാഥയായിരുന്നതും കുഞ്ഞായിരിക്കുമ്പോൾ സങ്കടം അധികമുള്ള ദിവസങ്ങളിൽ തനിയെ ദേവാലയത്തിൽ ചെന്ന് യേശുവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി കണ്ണീർ വാർത്തതും, യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങളും സ്നേഹവും യാചിച്ചതും, എല്ലാ പ്രതീക്ഷകളും അവനിൽ അർപ്പിച്ച് പ്രത്യാശയോടെ കാത്തിരുന്നതും അവൾ ഓർമ്മിച്ചു. മോളെ, ആര് പറഞ്ഞു നിനക്കാരുമില്ലെന്ന്? യേശുവാണ് നിൻ്റെ പിതാവും മാതാവും സഹോദരനും കൂട്ടുകാരുമെല്ലാം. നീ എങ്ങനെ നടക്കുന്നുവെന്ന്, നിനക്ക് എന്തെല്ലാം സങ്കടങ്ങളുണ്ടെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ കാലം നിടറിയാൽ അവനൊരു കൈനീട്ടി നിന്നെ പിടിച്ചു നടത്തും. അവൻ്റെ പൊന്നു മോളാണ് നീ. എമ്മാനുവേലച്ചൻ ആശ്വസിപ്പിക്കുമായിരുന്നു. ദൈവസ്നേഹത്തോളം വലുതാണോ മനുഷ്യസ്നേഹം? അത് കേൾക്കുമ്പോൾ എന്തൊരാശ്വാസമായിരുന്നു. യേശുവിൻ്റെ മകളാണ് ഞാൻ. വിമലയുടെ ചുണ്ടുകൾ വിറച്ചു. ദൈവമേ, അന്ന് ഞാൻ മാത്രമായിരുന്നു അനാഥ. ഇപ്പോൾ എൻ്റെ 3 പിഞ്ചോമനകൾ കൂടി അനാഥരായിരിക്കുന്നു. അവർക്ക് അച്ഛനില്ല, അന്തി ഉറങ്ങാൻ വീടില്ല, അന്നന്നത്തെ അപ്പത്തിനുള്ള വകയുമില്ല. നീയല്ലാതെ ആരാണ് അവർക്ക് അഭയം? അവരെ ഉപേക്ഷിക്കല്ലേ, സങ്കടപ്പെടുത്തല്ലേ. ദുരിതങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും കാത്തുകൊള്ളണമേ. വിമല തേങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തക്കണ്ണീർ ഒഴുകി വീണുകൊണ്ടിരുന്നു. കുഞ്ഞുവാവ പൊടുന്നനെ ഇക്കിളി കൊണ്ടിട്ടെന്ന പോലെ പൊട്ടിച്ചിരിച്ചു. പുറകെ അമലിൻ്റെ ചിരിയും ഉയർന്നു. പള്ളിയിൽ നിന്നിറങ്ങിയ ശേഷം വിമല കുട്ടികളെയും കൊണ്ട് സെമിത്തേരിയിൽ പോയി. സാജനെ അടക്കിയ മൺകൂന തോർന്ന് പുല്ലുകൾ വളർന്ന് തിരിച്ചറിയാനാവാത്ത വിധമായിരിക്കുന്നു. വിമലയും കുഞ്ഞുങ്ങളും അവിടെ ചെന്ന് നിന്നു. 1 വർഷം മുമ്പ് സാജൻ്റെ ജഡം ശവക്കുഴിയിൽ ഇറക്കി വെച്ചത് വിമല ഓർത്തു. 1 വർഷം എങ്കിലും വളരെ വർഷങ്ങൾ കടന്നുപോയതുപോലെ അവൾക്ക് തോന്നി. ആ മനുഷ്യൻ, തൻ്റെ കഴുത്തിൽ മിന്നു ചാർത്തിയവൻ, 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയവൻ, തങ്ങളുടെ സ്വപ്നങ്ങളെ താലോലിച്ചിരുന്നവൻ, മണ്ണിനടിയിലായിട്ട് 1 വർഷം. വല്ലതും അറിയുന്നുണ്ടോ ഈ 1 വർഷത്തിനിടയിൽ താനും മക്കളും അനുഭവിച്ച ദുരിതങ്ങൾ, പീഡനങ്ങൾ, വീടില്ലാതായത്, മക്കൾ അനാഥരായത് ഒക്കെ അറിഞ്ഞുവോ? പുൽത്തലപ്പുകളെ ചായച്ചുകൊണ്ട് സാന്ത്വനം പോലെ ഒരു ചെറുകാറ്റ് വീശി. വിമല കുട്ടികളെയും കൊണ്ട് തിരിഞ്ഞു നടന്നു. ശവക്കോട്ടയ്ക്ക് പുറത്ത് കടന്ന ശേഷം അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അവസാനത്തെ നോട്ടം പോലെ. ഇനി എന്നെങ്കിലും ഇവിടേക്ക് വരുമോ? ഒരുപക്ഷെ ഒരിക്കലും ഇല്ലായിരിക്കാം. നെഞ്ചു പൊട്ടുന്ന പോലെ. കണ്ണുകളിൽ നീർ വന്ന് മൂടി കാഴ്ച മങ്ങി. വിമലയും കുട്ടികളും യാത്ര ചോദിക്കാൻ ചെന്നപ്പോൾ ജോൺ സാറും ആനിയും ഷേർലിയും പൂമുഖത്തുണ്ടായിരുന്നു. വിമല വരുന്നത് പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു അവർ. ഞങ്ങൾ യാത്ര ചോദിക്കാൻ വന്നതാ, വേറെ ആരോടും പറയാനില്ല, വിമല ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ടായി. ഒന്നും മനഃപൂർവ്വമല്ല, എൻ്റെ ഭാഗ്യക്കേടുകൊണ്ട്. ചേച്ചിയും സാറും ഞങ്ങളോട് പൊറുക്കണം. എന്തൊക്കെയാ വിമലേ നീ പറയുന്നേ? നിന്നോട് ഞങ്ങൾക്ക് അനിഷ്ടമാണെന്ന് വിചാരിച്ചോ? കഷ്ടം. നിന്നെയും കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടാത്ത ഒറ്റ ദിവസം പോലും ഇല്ലിവിടെ. നീയും കുഞ്ഞുങ്ങളും പോകുന്നെന്ന് കേട്ടപ്പോൾ മുതൽ എൻ്റെ അനുജത്തിയും കുഞ്ഞുങ്ങളും വിട്ടുപോകുന്ന പോലെ ഒരു സങ്കടമാ. ആനിക്ക് കരച്ചിൽ വന്നു. ജോൺ സാർ കുറച്ച് രൂപ വിമലയുടെ നേർക്ക് നീട്ടി. വിമല വാങ്ങാൻ മടിച്ചു. ഇതെന്തിനാ സാർ? ഞാൻ അങ്ങോട്ടല്ലേ തരാനുള്ളത്. ഇതെൻ്റെ കാശല്ല, വിമലയുടെ തന്നെയാ. വിമല വാങ്ങാൻ മടിച്ചു. വിമല മനസ്സിലാവാതെ ജോൺ സാറിനെ നോക്കി. വിമലയുടെ ആഭരണങ്ങളൊക്കെ പല തവണയായിട്ട് പണയം വയ്ക്കാൻ എന്നെയല്ലേ ഏൽപ്പിച്ചത്. ഇനി അതെല്ലാം പലിശ കയറി നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ. ഞാൻ കുറച്ച് പണം മുടക്കി അതെടുത്ത് മറിച്ചു വിറ്റു. പലിശയും മുതലും തട്ടിക്കിഴിച്ചിട്ട് അധികമൊന്നും ബാക്കിയില്ല. ഇതെങ്കിലും കയ്യിലിരിക്കട്ടെ. വിമല കണ്ണീരോടെ അത് വാങ്ങി.
ഷേർലി നിന്ന് വിതുമ്പുകയായിരുന്നു. അവൾക്ക് കുഞ്ഞുങ്ങളെ പിരിയാൻ വയ്യ. അവളുടെ വാത്സല്യഭാജനങ്ങളായിരുന്നു 3 പേരും. അവൾ ഓരോരുത്തരെയും മാറി മാറി എടുത്ത് ഉമ്മ വെച്ചു. അമ്മക്കുട്ടി ആൻറ്റിയെ ഓർക്കണം കേട്ടോ. അമൽ, നീ എന്നെ മറന്നു പോവും, എനിക്കറിയാം. ഇല്ല ഇല്ല, അവൻ ആണയിടും പോലെ പറഞ്ഞു. എൻ്റെ കുട്ടാ. അവൾ അവൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. കുഞ്ഞുവാവയെ എടുത്തപ്പോൾ അവൻ അവളുടെ കയ്യിലിരുന്ന് കുലുങ്ങി ചിരിച്ചു. അവൾ മുത്തം വെച്ചപ്പോൾ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനും മുത്തം വെച്ചു. ഉമ്മ ഉമ്മ. ഇത് കണ്ടോ മമ്മി, എനിക്ക് വയ്യ. ഷേർലി ഏങ്ങലടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ അവർ പോകുന്നതുവരെ പുറത്തേക്ക് വന്നില്ല. പോട്ടെ ചേച്ചി, വിമല യാത്ര പറഞ്ഞു. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെങ്കിലും വരും എല്ലാവരെയും കാണാൻ. ചേച്ചിയും സാറും ചെയ്തിട്ടുള്ള സഹായങ്ങൾ ഒരിക്കലും മറക്കില്ല. തിരിച്ചു തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതൊന്നും തരാൻ പറ്റിയില്ല. ഒരുപാട് കടപ്പാടുണ്ട്. ഞാനും മക്കളും എല്ലാം ഓർക്കും. പോട്ടെ. വിമല കൈലേസ് കൊണ്ട് കണ്ണീരൊപ്പി. കുഞ്ഞുങ്ങളെ എടുത്ത് ഉമ്മ വെച്ചപ്പോൾ ആനിയും കരഞ്ഞു. കത്തയക്കണേ മോളെ, എവിടെയാണെങ്കിലും നിനക്കൊരു നല്ല കാലം വന്നു കാണാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. വിമല കുഞ്ഞുങ്ങളെയും കൂട്ടി ഇറങ്ങി. അമ്മു ഗേറ്റ് കടക്കുമ്പോൾ തിരിഞ്ഞു നോക്കി കൈ വീശി ടാറ്റാ പറഞ്ഞു. അമലും തിരിച്ചു കൈ വീശി. അവരെ അനുകരിച്ച് വിമലയുടെ തോളിലിരുന്നു കൊണ്ട് കുഞ്ഞുവാവയും കൈവീശി ടാറ്റ നൽകി. കുറേ ചെന്നിട്ട് വിമല തിരിഞ്ഞു നോക്കി. ജോൺ സാറും ഭാര്യയും നോക്കി നിൽക്കുന്നു. തങ്ങളുടെ വീട് അടഞ്ഞു കിടക്കുന്നു. സാജൻ പണികഴിപ്പിച്ച വീട്, തങ്ങളുടെ സ്വപ്ന സൗധം, ജീവിതത്തിലെ പല പ്രധാന സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഭവനം. മൈതാനത്ത് മേയുന്ന കന്നുകാലികൾക്കിടയിലൂടെ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. കരിങ്കൽ ക്വാറിയുടെ ഭാഗത്തു നിന്ന് കൂവൽ ശബ്ദം കേട്ടു. പിന്നെ പാറ പിളരുന്ന സ്ഫോടന ശബ്ദവും. ബസ്സിലിരുന്നു കൊണ്ട് വിമല പഴകിയ ബാഗിനുള്ളിൽ നിന്നും അതിനേക്കാൾ പഴയൊരു കത്തെടുത്ത് ഒരിക്കൽ കൂടി ഫ്രം അഡ്രസ്സ് നോക്കി. ഉഷ ശ്രീനിവാസൻ, കെയർ ഓഫ് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ, കളത്തിൽ വീട്. ഉഷാറാണി 3 വർഷം മുമ്പ് അയച്ച കത്ത്. അതിനുശേഷം കത്തുകളില്ല. അയച്ച കത്തിന് മറുപടിയുമില്ല. 2 വർഷം മുമ്പ് ഒരു ക്രിസ്മസ് കാർഡ് അയച്ചിരുന്നു. എല്ലാ വർഷവും ഉഷാറാണി ഗ്രീറ്റിംഗ്സ് കാർഡുകൾ അയക്കുമായിരുന്നു. വിമല തിരിച്ചങ്ങോട്ടും. സഹപാഠികളായിരുന്നപ്പോൾ തന്നെ ആഴത്തിൽ വേരൂന്നിയ ആ സൗഹൃദം ഇടയ്ക്ക് എവിടെയോ വെച്ച് മുറിഞ്ഞുപോയി. ഉഷാറാണിയുടെ വിവാഹശേഷമായിരുന്നു അത്. നമുക്ക് 2 പേർക്കും കൂടി ഒരു ഭർത്താവ് മതി. ഒരിക്കൽ ഉഷാറാണി പറഞ്ഞത് വിമലെ ഓർത്തു. കളിയായിട്ട് പറയുകയാണെന്ന് ആദ്യം കരുതി. എന്നാൽ അവൾ സീരിയസ് ആയിരുന്നു. എനിക്ക് നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ വയ്യടി മോളെ, അതുകൊണ്ടാ, അവൾ നേർമയുള്ള സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പഠിപ്പ് തീരുന്നതോടെ നമ്മൾ പിരിയും. 2 പേരും 2 വഴിക്ക്. എവിടെയോ കിടക്കുന്ന ഏതെങ്കിലും 2 പുരുഷന്മാർ വന്ന് എന്നെയും നിന്നെയും കെട്ടിക്കൊണ്ടുപോകും. പിന്നെ നമ്മൾ എന്നെങ്കിലും കാണുമോ? ഇതുപോലെ ഓരോ കൊച്ചുമോഹങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ഒന്നിച്ചിരിക്കുമോ? നമ്മൾ തമ്മിൽ കാണുകയോ മിണ്ടുകയോ ചെയ്യാതെ ലോകത്തിൻ്റെ 2 ദിക്കിലായി ജീവിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ തന്നെ എന്തോരം സങ്കടമുണ്ടെന്നോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബജീവിതം നമുക്ക് ഷെയർ ചെയ്യാമെന്ന്. നിൻ്റെ ഐഡിയ കൊള്ളാം. പക്ഷെ അന്ന് നമ്മുടെ ഈ സ്നേഹം നിലനിൽക്കണമെന്നില്ലല്ലോ. ഒരു കുടുംബമായി കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവ്, തൻ്റെ കുട്ടികൾ എന്നൊക്കെയല്ലേ ഏത് സ്ത്രീയും ചിന്തിക്കൂ. കല്യാണപ്പിറ്റേന്ന് മുതൽ ആ പേരും പറഞ്ഞ് ശണ്ട തുടങ്ങിയിരിക്കും നമ്മൾ, കീരിയും പാമ്പും പോലെ. നിന്നോട് ഞാൻ വഴക്കിന് വരില്ല വിമലെ, ഒരിക്കലും. നീ എടുത്തതിൻ്റെ ബാക്കി മതി എനിക്കും. അതായിരുന്നു അവളുടെ സ്വഭാവം. എന്ത് കിട്ടിയാലും ആദ്യം തനിക്ക് വെച്ച് നീട്ടും. തനിക്കിഷ്ടമുള്ളത് എടുത്തതിന് ശേഷമേ അവൾ എടുക്കൂ. മോശമായതാണ് താൻ എടുക്കുന്നതെങ്കിൽ അവൾ തടയും. അതല്ലേ നിൻ്റേത്? ആ സ്നേഹവും കരുതലും കണ്ട് പലപ്പോഴും കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. അച്ഛനമ്മമാരുടെയും കൂടപ്പിറപ്പുകളുടെയും ബന്ധുജനങ്ങളുടെയും ഒന്നും സ്നേഹലാളനകൾ കിട്ടാതെ ഭൂമിയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്നറിയാതെ വളർന്നവളല്ലേ നീ. നീ ഇതെങ്ങനെ സഹിച്ചു മോളെ? എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. നിന്നെ ആരാ അനാഥമാക്കിയത്? ദൈവമോ? എങ്കിൽ മൂപ്പരോട് ഞാൻ പിണങ്ങി. താൻ അനാഥയാണല്ലോ എന്ന അനുകമ്പ മാത്രമായിരുന്നില്ല അവൾക്ക്. നിനക്കാരുമില്ലല്ലോ എന്നോർത്ത് വിഷമിക്കണ്ടാട്ടോ. ഞാനില്ലേ നിനക്ക്? ഞാൻ നിൻ്റെ അമ്മയല്ലേ, ചേച്ചിയല്ലേ, അനുജത്തിയല്ലേ, കളിക്കൂട്ടുകാരിയല്ലേ? നിനക്ക് ആരൊക്കെയാ ഇല്ലാത്തത്? അതൊക്കെയല്ലേ ഞാൻ. അവൾക്ക് തന്നെപ്പറ്റി സ്വല്പം ന്യൂസുണ്ടെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് അന്ധമായൊരു സ്നേഹമായിരുന്നു അത്. എന്നിട്ടും പിരിഞ്ഞു. ആഴ്ചയിലൊരിക്കൽ എന്ന വിധം കത്തുകൾ, പിന്നെ മാസത്തിലൊന്ന്, ഇടയ്ക്ക് സന്ദർശനം. സാജനുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതറിയിച്ചപ്പോൾ അവൾ എഴുതി, നീ എൻ്റെ സ്വപ്നം തകർത്തു, എന്നെ തനിച്ചാക്കി. വിവാഹച്ചടങ്ങിൽ അവളും സംബന്ധിച്ചിരുന്നു. വിവാഹശേഷം എന്നെ തന്നെ വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു,
സന്തോഷമായി എനിക്ക്. ആരോരുമില്ലാതിരുന്ന നിനക്ക് ഒരു കൂട്ടുകാരനുണ്ടായില്ലേ ജീവിതകാലം മുഴുവൻ. പിന്നീട് കത്തുകളുടെ എണ്ണവും ദൈർഘ്യവും ചുരുങ്ങി. ഗ്രീറ്റിംഗ്സ് കാർഡിനൊപ്പം ഏതാനും വരികൾ. 4 വർഷം മുമ്പ് അവൾ എഴുതി: വിമലേ, എൻ്റെ വിവാഹമാണ്. വീട്ടുകാർ കണ്ടുപിടിച്ചു തന്ന ചെക്കൻ ശ്രീനിവാസൻ വക്കീലാണത്രേ. വക്കീലന്മാരെ എനിക്ക് ഭയമാണ്. കോടതിയിൽ അവർ കറുത്ത കോട്ടും പുതച്ച് കടവാതിലുകളെ പോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായേനെ അയാളെ നേരിടാൻ. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഫലമില്ലല്ലോ. തകർന്ന സ്വപ്നമല്ലേ. കല്യാണത്തിന് നീ വരണം. പക്ഷെ കല്യാണത്തിന് പോകാൻ കഴിഞ്ഞില്ല. സാജൻ ബോംബെയിലായിരുന്നു. ആരുണ്ട് കൂട്ടിക്കൊണ്ടു പോകാൻ? അവൾ പരിഭവിച്ചെഴുതുമെന്ന് പ്രതീക്ഷിച്ചു. ഉണ്ടായില്ല. മാസങ്ങൾക്ക് ശേഷം അവളുടെ കത്ത് വന്നു. വിമലയ്ക്ക്: നീ കല്യാണത്തിന് വന്നില്ലല്ലോ. എൻ്റെ ഭർത്താവിനെ പരിചയപ്പെട്ടിട്ടുമില്ലല്ലോ. ഒരു മൊസടൻ, അത്രയേ പറയാനുള്ളൂ. എന്നാലും സ്നേഹസമ്പന്നനാണ് കേട്ടോ. നിന്നെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. നിന്നോട് ഭയങ്കര അസൂയയും ദേഷ്യവുമാണ് ശ്രീനിയേട്ടന്. എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം തന്നെ കാരണം. പിന്നെ മറ്റൊരു വിശേഷം, ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു വക്കീലിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വളരെ അടുത്ത് തന്നെ. ഈ വീർത്ത വയറും താങ്ങി നടന്ന് ഞാൻ മടുത്തു. കുടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഭൂതത്തിൻ്റെ ഷെയ്പ്പാണ് എനിക്കിപ്പോൾ. ആ കത്താണിപ്പോൾ വിമലയുടെ കയ്യിലുള്ളത്. ഒരഭയം അന്വേഷിച്ച് കയറി ചെന്നാൽ ഉഷാറാണി തീർച്ചയായും സഹായിക്കാതിരിക്കില്ലെന്ന് അവൾക്ക് തോന്നി. ബസ് വളവുകളും തിരിവുകളും പാലങ്ങളും താണ്ടി കുതിച്ചുകൊണ്ടിരുന്നു. ആഞ്ഞടിച്ച കാറ്റത്ത് അവളുടെ വരണ്ട മുടിയിഴകൾ കവളിൽ പാറി കളിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുവാവ വിമലയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. വിൻഡോ സൈഡിൽ സീറ്റിൽ മുട്ടുകുത്തി നിന്ന് പുറത്തേക്ക് നോക്കി. എതിരെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ടാറ്റ കൊടുത്തിരിക്കുന്ന അമലും പതുക്കെ സീറ്റിൽ ചാരി മയക്കത്തിലാണ്ടു. അമ്മു തെല്ലമ്പരെന്ന മട്ടിൽ മുന്നിലെ കമ്പിയിൽ കൈകൾ മുറുക്കെ പിടിച്ച് വഴിയോര കാഴ്ചകളിലേക്ക് പാറി നോക്കിയിരിക്കുന്നു. അജ്ഞാത ഭാവിയെക്കുറിച്ചും ആശങ്കാകുലമായ യാത്രയെക്കുറിച്ചുമുള്ള ഉത്കണ്ഠ അവളുടെ മുഖത്ത് തങ്ങി നിന്നിരുന്നു. അവൾ ഇടയ്ക്കിടെ വിമലയെ നോക്കി. എങ്ങോട്ടാണ് നമ്മൾ? എത്താറായില്ലേ എന്ന് ചോദിക്കും പോലെ. വിമല അങ്ങകലെ മഞ്ഞയും പച്ചയും ഇടകലർന്ന് കാണപ്പെട്ട നീരാവി പൊതിഞ്ഞ സമതലങ്ങളിലേക്ക് നോക്കി ഭയം നിറയുന്ന മനസ്സോടെ ഇരുന്നു. മഞ്ഞ ചായമടിച്ച ഗേറ്റിന് മുമ്പിൽ ഓട്ടോറിക്ഷ നിന്നു. നിങ്ങൾ പറഞ്ഞ വീടാണെങ്കിൽ അതിതാണ്, ഓട്ടോ ഡ്രൈവർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അറിയിച്ചു. വിമല കുഞ്ഞുവാവയെ പിടിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി. അമലിനെ കൈപിടിച്ചിറക്കി. അമ്മു താനേ ഇറങ്ങി. ഉറങ്ങിയതിൻ്റെ ആലസ്യവും മൗട്ടിയും യാത്രാക്ഷീണവും കൊണ്ട് കുട്ടികൾ തീർത്തും ഉന്മേഷശൂന്യരായിരുന്നു. അമ്മുവിൻ്റെ ചുണ്ടുകൾ വരണ്ടു പോയിരുന്നു. അമൽ ക്ഷീണിച്ച കണ്ണുകളാൽ മമ്മിയെ നോക്കി. എനിക്ക് ദാഹിക്കുന്നു, അവൻ പറഞ്ഞു. മമ്മി ജ്യൂസ് വാങ്ങിത്തരാലോ? വിമല ആശ്വസിപ്പിച്ചു. വിശക്കുന്നുണ്ട്. അമ്മു പരാതിപ്പെട്ടു. നമ്മൾ എത്തിയല്ലോ, ഇനിയൊന്നും സാരമില്ല. വിമല ഓട്ടോ ചാർജ് കൊടുത്തു. അതും വാങ്ങി ഓട്ടോ ഡ്രൈവർ റിക്ഷയുമായി മടങ്ങി. വിമല നന്നേ ക്ഷീണിതയായിരുന്നു. അവൾ ഗേറ്റിനടുത്ത് ചെന്ന് വീടിന് നേർക്ക് നോക്കി. മുറ്റത്തൊരു കാർ കിടപ്പുണ്ട്. വഴിക്ക് ഇരുവശവും നിരയൊപ്പിച്ച് വെച്ച പൂച്ചെടികൾ. പുറത്തേക്ക് ആരെയും കണ്ടില്ല. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ എന്ന് ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിമല വിറപൂണ്ട കൈകളാൽ ഗേറ്റിൻ്റെ കൊളുത്ത് നീക്കി. ഇതാണോ മമ്മി വീട്? അമ്മു ചോദിച്ചു. നമ്മളിനി ഇവിടെ താമസിക്കുക? മിണ്ടാതെ അമലിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൾ ഗേറ്റ് കടന്നു. അമ്മു അവൾക്കൊപ്പം തന്നെ നീങ്ങി. മുറ്റത്തിൻ്റെ കോണിലെ ചുവപ്പ് പൂക്കൾ നിറഞ്ഞ മരത്തിൻ്റെ ഉച്ചിയിൽ മാത്രം അന്തിവയിൽ പൊന്നാട പോലെ വീണ് കിടന്നു. ചരൽ വിരിച്ച മുറ്റത്ത് അവരെത്തി. ആരെയും കാണാനില്ല. വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ചോദിക്കാൻ ആഞ്ഞുവെങ്കിലും അത്യധികമായ ആകാംക്ഷ മൂലം ശബ്ദം പുറത്തു വന്നില്ല. നോക്കി നിൽക്കെ പൂമരത്തിൻ്റെ ഉച്ചിയിലെ വെയിലും മാഞ്ഞു. അന്തരീക്ഷം പെട്ടെന്ന് മങ്ങിയതുപോലെയായി. തണുത്ത നിഴലിൻ്റെ ഒരാവരണം അന്തരീക്ഷത്തിൽ വന്ന് വീണ പോലെ. വിമല രണ്ടും കൽപ്പിച്ച് സിറ്റൗട്ടിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ മുൻവാതിൽ തുറക്കപ്പെട്ടു. ഷർട്ടിൻ്റെ കൈകൾ മടക്കിക്കൊണ്ട് ഒരാൾ പുറത്തേക്കിറങ്ങി. തിടുക്കത്തിൽ വാതിലടച്ചു പൂട്ടി. എന്നിട്ട് തിരിഞ്ഞപ്പോഴാണ് വിമലയെയും കുട്ടികളെയും കണ്ടത്. അയാൾ തെല്ല് നീരസത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് വന്നു. എന്താ? വിമല അയാളെ നോക്കി. ഒട്ടും സൗമ്യമല്ലാത്ത ഭാവവും നോട്ടവും. പാരുഷ്യം നിറഞ്ഞ മുഖത്ത് കട്ടിമീശ. കഷണ്ടി ബാധിച്ചതാണോ എന്നും സംശയം തോന്നുമാറ് വീതിയേറിയ നെറ്റിത്തടം. പാൻറ്റും ഷർട്ടും. എന്താ വേണ്ടതെന്ന് പറ. വക്കീൽ സാറേ, ഞങ്ങൾ കേസിനും വക്കാലത്തിനും വന്നതാണെങ്കിൽ അതൊക്കെ വക്കീൽ ഓഫീസിൽ. നാളെ രാവിലെ അങ്ങോട്ട് വന്നാൽ മതി. സാറേ ഞാൻ... വേണ്ട, വീട് വേറെ കോടതി വേറെ. പിന്നൊരു കാര്യം, കുടുംബകലഹമാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നേക്കരുത്. അതൊന്നും ഈയിടെയായി ഞാൻ കൈകാര്യം ചെയ്യാറില്ല.
സാർ, ഞങ്ങൾ ഉഷാറാണിയെ കാണാൻ വന്നതാ. വിമലേന്നാ എൻ്റെ. ഏതുഷാറാണി? എന്തുഷാറാണി? നിങ്ങൾ പാട് നോക്കി പോകണം, എനിക്ക് വേറെ പണിയുണ്ട്. അയാൾ കാറിനടുത്തേക്ക് നടന്നു. ഡോർ തുറന്ന് അകത്ത് കയറി. വിമല പരിഭ്രാന്തിയോടെ അടുത്ത് ചെന്നു. സാർ, ഉഷാറാണി. അയാൾ അസഹ്യതയോടെ നെറ്റി ചൊളിച്ച് അവളെ അടിമുടി നോക്കി. ഇവിടെ ഒരു ഉഷാറാണിയുമില്ല, മനസ്സിലായോ? ശ്രീനിവാസൻ എന്നല്ലേ സാറിൻ്റെ പേര്? വക്കീലല്ലേ? വേറെന്തൊക്കെ അറിയണം? ഡേറ്റ് ഓഫ് ബർത്ത്, ഹൈറ്റ്, വെയിറ്റ്. നിങ്ങൾ പോയിട്ട് വേണം എനിക്ക് ഗേറ്റ് അടിക്കാൻ. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. അയാളുടെ ക്ഷോഭിച്ച മുഖം കണ്ടപ്പോൾ വിമലയ്ക്ക് തുടർന്നൊന്നും ചോദിക്കാൻ ധൈര്യം കിട്ടിയില്ല. അവൾ പകപ്പോടെ കുട്ടികളെയും കൂട്ടി ഗേറ്റിനടുത്തേക്ക് നടന്നു. അവൾ ഗേറ്റ് കടക്കുമ്പോഴേക്കും കാറും പിന്നാലെ എത്തി. കാർ ഗേറ്റ് കടന്ന് നിർത്തിയപ്പോൾ വിമല പ്രത്യാശയോടെ അയാളെ നോക്കി. അയാൾ വേഗം ഇറങ്ങിച്ചെന്ന് ഗേറ്റ് അടച്ചു, താഴിട്ട് പൂട്ടി. പിന്നെ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഓടിച്ചു പോവുകയും ചെയ്തു. വിമലയുടെ കണ്ണ് നിറഞ്ഞു. കാർ കാണാൻ വയ്യാതായി. അയാളൊരു മനുഷ്യനാണോ? 3 കുഞ്ഞുങ്ങളുടെയും കൈയും പിടിച്ച് സന്ധ്യാനേരത്ത് വീട്ടിൽ അന്വേഷിച്ചു വരുന്ന ഒരു സ്ത്രീയോട് ആരെങ്കിലും ഇങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറുമോ? വക്കീലാണത്രേ. ഇത് പക്ഷേ താൻ ഉദ്ദേശിച്ച ശ്രീനിവാസൻ അല്ലെന്ന് വരുമോ? ശ്രീനിവാസൻ എന്ന പേരിൽ ഒന്നിൽ കൂടുതൽ വക്കീലന്മാർ ഈ നഗരത്തിലുണ്ടാകാമല്ലോ. തനിക്ക് വീട് തെറ്റിയതായിരിക്കാം. ഉഷാറാണിയുടെ ഭർത്താവായ അഡ്വക്കേറ്റ് ശ്രീനിവാസനാണിതെങ്കിൽ ഉഷാറാണി ഈ വീട്ടിലോ അയാളോടൊപ്പമോ കാണേണ്ടതല്ലേ? വീട്ടിലാരുമില്ലെന്ന് ഉറപ്പായി. വീട് അയാൾ പൂട്ടിയിരുന്നു. മാത്രമല്ല ഗേറ്റും പൂട്ടി. വിമല മോൻ്റെ കയ്യും പിടിച്ച് ഇതികർത്തവ്യതാമൂഢയായി അങ്ങനെ തന്നെ നിന്നു. വിശക്കുന്നു മമ്മി. അത് അമൽ ചിണുങ്ങി. വിമല തളർന്ന് ചൂടുകൾ പെറുക്കി വെച്ച് വഴിക്ക് തന്നെ നടന്നു. പ്രധാന നിരത്തിലെത്തിയ ശേഷം ഒരു ഓട്ടോ കൈ കാണിച്ച് നിർത്തി. ശ്രീനിവാസൻ വക്കീലിൻ്റെ വീടറിയോ? ഡ്രൈവർ അവളെയും കുഞ്ഞുങ്ങളെയും നോക്കി. ഇല്ല. ആരോട് ചോദിച്ചാൽ അറിയാം? വക്കീലാണെങ്കിൽ കോടതി പരിസരത്തുള്ള വല്ല ഓട്ടോക്കാരോടും ചോദിച്ചാൽ അറിയാമായിരിക്കും. എവിടെയാ കോടതി? ഇവിടുന്ന് 3 കിലോമീറ്റർ അകലെയാ. ഞങ്ങളെ അവിടെ ഒന്ന് എത്തിക്കണം. വിമല കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി ഓട്ടോ നീങ്ങി. ചേച്ചി എവിടുന്നാ? കുറച്ച് ദൂരേന്നാ. വക്കീലിൻ്റെ കക്ഷിയാണോ ബന്ധുവാണോ? വിമല മറുപടി പറയാൻ 2 നിമിഷമെടുത്തു. ബന്ധു. ഇവിടെ മുമ്പ് വന്നിട്ടില്ലേ? ഇല്ല. പരിചയക്കാരാരുമില്ലേ? ഇല്ല. എന്നാൽ സൂക്ഷിക്കണം, മോശം സ്ഥലമാ. കള്ളന്മാരും പിടിച്ചുപറിക്കാരും ബലാത്സംഗക്കാരും. ഇരട്ടിയാ പിന്നെ അക്കൂട്ടരുടെ രാജ്യമാ. വിമല ഭയചകിതയായി. ഓട്ടോറിക്ഷ അടഞ്ഞു കിടന്ന കോടതി കെട്ടിടത്തിന് മുമ്പിലെ റോഡിൽ നിന്നു. സ്റ്റാൻഡിൽ 2-3 ഓട്ടോറിക്ഷ മാത്രമേ കിടപ്പുള്ളൂ. അവരോട് ചോദിച്ചാൽ മതി. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്കാ. വിമലയെയും കുട്ടികളെയും അവിടെ ഇറക്കിയിട്ട് ചാർജും വാങ്ങി ഓട്ടോറിക്ഷയുമായി അയാൾ സ്ഥലം വിട്ടു. വിമല ശങ്കയോടെ ഒരു ഓട്ടോ ഡ്രൈവറെ സമീപിച്ചു. എവിടെ പോകണം ചേച്ചി? ഓട്ടോ ഡ്രൈവർ താല്പര്യത്തോടെ ചോദിച്ചു. വക്കീൽ ശ്രീനിവാസൻ്റെ വീട്ടിൽ. ഡ്രൈവർ നെറ്റി ചുളിച്ചു. അതെവിടെയാ? എന്നിട്ട് അയാൾ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. കയറിക്കോ, വഴി പറഞ്ഞു തന്നാൽ മതി. വീട് എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? അയാൾ എൻജിൻ ഓഫാക്കി. എന്നിട്ട് ഇറങ്ങിച്ചെന്ന് പിറകിൽ കിടക്കുന്ന ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു. എടാ ബാബു, വക്കീൽ ശ്രീനിവാസൻ്റെ വീട് അറിയോ നീ? ബാബു വഴി പറഞ്ഞു കൊടുക്കുന്നത് അവ്യക്തമായേ കേൾക്കാമായിരുന്നുള്ളൂ. ആലഞ്ചോട്ടി ചെന്നിട്ട് നേരെ വടക്കോട്ട് കിടക്കുന്ന ടാർ റോഡേ പോകണം. ഹൗസിംഗ് കോളനി വഴി കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നേരെ ചുടുകാട്ടിലേക്കുള്ള വഴിയെ വിട്ടാൽ മതി. അമ്പലത്തിനപ്പുറത്ത് ആദ്യം കാണുന്ന വീടാ. അടുത്ത് വേറെ വീടൊന്നുമില്ല. ഓട്ടോ ഡ്രൈവർ തിരിച്ചു വന്ന് ഓട്ടോറിക്ഷയിൽ കയറി. കയറിക്കോ, അയാൾ വിമലയോട് പറഞ്ഞു. അപ്പോഴേക്കും ബാബു എന്ന ഡ്രൈവറും അങ്ങോട്ട് വന്നു. ഇവിടെ ശ്രീനിവാസൻ എന്ന പേരിൽ ഒന്നിക്കൂടുതൽ വക്കീലന്മാരുണ്ടോ? വിമല അയാളോട് ചോദിച്ചു. അതെനിക്കറിയാൻ വയ്യ. എനിക്കൊരാളെ മാത്രമേ അറിയൂ. കളത്തിലെന്നാണ് വീട്ടുപേര്. ഇത് അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നു. വിമല കുട്ടികളെയും കൊണ്ട് ഓട്ടോയിൽ കയറി. സന്ധ്യ മയങ്ങിയിരുന്നു. വഴിവിളക്കുകൾ കത്തി തുടങ്ങിയിരുന്നു. വാഹനങ്ങളുടെ തീക്കണ്ണുകളും പ്രകാശിച്ചു തുടങ്ങി. നാട്ടുവെളിച്ചം ഇനിയും മാഞ്ഞിട്ടില്ല. വൺവേയാ, വളഞ്ഞു പോകണം. ഡ്രൈവർ പറഞ്ഞു. വിമല പരീക്ഷണയായി സീറ്റിലേക്ക് ചാരിക്കിടന്നു. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ദൈവമേ, യഥാസ്ഥാനത്തെത്തിക്കണേ. ആരും തുണയില്ലാണ്ട് ഒരമ്മയും 3 പിഞ്ചു കുഞ്ഞുങ്ങളും. നീ കാണുന്നുണ്ടല്ലോ. വഴിവിളക്കുകൾ പിന്നോട്ടു പാഞ്ഞു. ഹെഡ്ലൈറ്റുകൾ ഇരമ്പലോടെ പാഞ്ഞകന്നുപോയി. ഓട്ടോറിക്ഷ നിന്നപ്പോൾ വിമല തത്രപ്പെട്ട് മുന്നോട്ടാഞ്ഞു. ഇതാണ് ചേച്ചി പറഞ്ഞ വീട്. ഇറങ്ങിക്കോ. വിമല തിടുക്കപ്പെട്ട് ഇറങ്ങി. ചുറ്റും നോക്കിയപ്പോൾ ഇത് താൻ നേരത്തെ വന്നിട്ട് പോയ സ്ഥലം തന്നെയാണെന്ന് മനസ്സിലായി. സംശയിക്കേണ്ട, ഇത് തന്നെയാ. ഗേറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഇരപ്പിച്ച് ഗേറ്റിലേക്ക് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം കാട്ടിക്കൊടുത്തു. വിമല നോക്കി. വെളിച്ചമില്ലാത്ത വീട്, പൂട്ടിക്കിടക്കുന്ന ഗേറ്റും.
സപ്തനാഡികളും തളർന്ന് അങ്ങനെ നിൽക്കെ ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. പിള്ളേരെല്ലാം ഇറങ്ങ്, വേഗം ഡ്രൈവർ പ്രോത്സാഹിപ്പിച്ചു. വേണ്ട എന്ന് കൈ ഉയർത്തി തടയണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അതിനുപോലും വിമലയ്ക്ക് കരുത്തുണ്ടായില്ല. വരികയും പോവുകയും ചെയ്യുന്ന ബസ്സുകളുടെ എണ്ണം തീരെ കുറഞ്ഞു. ബസ് സ്റ്റാൻഡിലെ തിരക്ക് അപ്രത്യക്ഷമായി. വല്ലപ്പോഴും ദൂരദേശങ്ങളിലേക്കുള്ള ഓരോ ബസ് വരും. ഇറങ്ങാനും കയറാനും 5-6 പേർ ഉണ്ടാവും. ഡീസൽ പമ്പിന് മുമ്പിൽ നിർത്തുന്ന ആ ബസ്സുകൾ 5-10 മിനിറ്റിനുള്ളിൽ സ്ഥലം വിടുകയും ചെയ്യും. പിന്നെ ആ ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള കടകമ്പോളങ്ങളെല്ലാം അടച്ചുപൂട്ടിക്കഴിഞ്ഞു. കുറഞ്ഞ വോൾട്ടേജിൽ മങ്ങിക്കത്തുന്ന വൈദ്യുതി വിളക്കുകൾക്ക് കീഴിൽ ഈയാമ്പാറ്റകൾ പാറിക്കളിച്ചുകൊണ്ടിരുന്നു. സമയം എന്തായോ വിമല ഓർത്തു. പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ടാവണം. നേരമൊന്ന് വെളുത്ത് കിട്ടിയിരുന്നെങ്കിൽ. സിമന്റ് ബെഞ്ചിൽ വിമലയുടെ ഇടത്തും വലത്തുമായി അവളുടെ മടിയിലേക്ക് തലവെച്ച് കാലുകൾ മടക്കി ചുരുണ്ടു കിടന്നുറങ്ങുകയാണ് അമ്മുവും അമലും. കൊതുകുശല്യവും മൂട്ടശല്യവും കൊണ്ട് കുട്ടികൾ ഇടയ്ക്കിടെ അനങ്ങുകയും ഞരങ്ങുകയും ഒന്ന് പുളഞ്ഞ് ഇളകിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. ബസ്സുകൾ വരുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് വിമലയുടെയും കുട്ടികളുടെയും മുഖത്തടിച്ചിരുന്നു. കുഞ്ഞുവാവ അവളുടെ നെഞ്ചോട് പറ്റിച്ചേർന്നിരുന്നുറങ്ങുകയാണ്. അവന് തണുക്കുന്നുണ്ടായിരുന്നു. വിമല അവനെ സാരിത്തലപ്പ് കൊണ്ട് പുതപ്പിച്ചു. നഗരത്തിനു മീതെ പുകമഞ്ഞിൻ്റെ ഒരാവരണം വീണ് കിടന്നു. ബസ് സ്റ്റാൻഡിൽ പതിവായി അന്തി ഉറങ്ങാറുള്ള ചിലർ വിമലയെയും കുട്ടികളെയും പലവട്ടം തുറച്ചു നോക്കിയിട്ട് തന്താങ്ങളുടെ സ്ഥലത്ത് കിടന്നു. ബസ് സ്റ്റാൻഡിലൂടെ 4-5 തെരുവുപട്ടികൾ ഒന്നിനു പിറകെ ഒന്നായി ഓടിപ്പോയി. ഒരു പോലീസുകാരൻ നീണ്ട പ്ലാറ്റ്ഫോറത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോ തവണ കടന്നു പോകുമ്പോഴും അയാൾ വിമലയെ നോക്കി. ഒരു തവണ അയാൾ വിമലയെ സമീപിച്ച് ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നേ? വിമലയ്ക്ക് ഭയമായിരുന്നു. പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല. നിങ്ങൾക്ക് എവിടെ പോകാനാണ്? വിമല ഒരു സ്ഥലപ്പേര് പറഞ്ഞു. അങ്ങോട്ടിനി രാവിലെ മാത്രമേ ബസ്സുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്, വിമല പറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവൾ വിശദീകരിച്ചു. ഒരു ബന്ധുവിനെ കാണാൻ വന്നതാ. വന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്നു. ആൾ സ്ഥലത്തില്ല. രാത്രിയായതിനാൽ തിരിച്ചു പോകാനുള്ള വണ്ടിയും കിട്ടിയില്ല. എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമാ. ഇനി രാവിലെ പോകണം. പോലീസുകാരൻ അവളെ അടിമുടി നോക്കി. ആ 3 കുഞ്ഞുങ്ങൾ അയാളിൽ അലോസരമുണ്ടാക്കി. അവരില്ലായിരുന്നെങ്കിൽ കൂടുതൽ സംശയിക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്യാമായിരുന്നു. സൂക്ഷിക്കണം, പിന്തിരിയാൻ ഭാവിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. കഴുത്തിലും കാതിലും സ്വർണമോ കയ്യിൽ പണമോ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. അയാൾ കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നുപോയി. 2 മണിയോടെ കുടിച്ച് കുന്തം പറഞ്ഞ നിലയിൽ 2-3 പേർ വന്നു. വിമലയുടെ എതിരെയുള്ള ബെഞ്ചിലിരുന്ന് അവളെ തുറിച്ചു നോക്കാൻ തുടങ്ങി. അവർ തുരുതുരാ പുകവലിച്ചുകൊണ്ടിരുന്നു. പേരെന്തുവാ? ഒരുത്തൻ ചോദിച്ചു. വിമല അനങ്ങാതിരുന്നു. എവിടുന്നാ വരവ്? കണ്ടിട്ട് കുറ്റിയും പറിച്ചു പോകുന്ന ലക്ഷണമുണ്ടല്ലോ. എവിടാ പോകണ്ടേ? ഞങ്ങൾ കൊണ്ടുവിടാം, വണ്ടിയുണ്ട്. വിമല മറ്റെങ്ങോ കണ്ണു നട്ടു. ഉള്ളിലെ നടുക്കം പുറത്ത് കാണിക്കാതെ. കാശ് തരാമെന്ന്, റേറ്റ് എത്രയാന്ന് പറഞ്ഞാൽ മതി. അതിലൊരുവൻ എണീറ്റ് ചെന്ന് അവളുടെ തോളത്ത് പിടിച്ചു. എഴുന്നേറ്റ് വാ, പിള്ളേരവിടെ കിടന്നുറങ്ങിക്കോളും, പെട്ടെന്ന് വരാം. വിമല ആ കൈ തട്ടി മാറ്റി. വിപരീത ധൈര്യത്തിൽ അയാളെ തറച്ചു നോക്കി. ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ഹെഡ്ലൈറ്റുകൾ അണയ്ക്കാതെ അവർ അഭിമുഖമായി വന്നു. 2-3 പേർ അതിൽ നിന്ന് ഇറങ്ങി. 4 പേർ കയറുകയും ചെയ്തു. 3 സംഘം വിമലയുടെ അരികിൽ നിന്ന് പതുക്കെ പിൻവാങ്ങി. പിന്നെ ശല്യമൊന്നും ഉണ്ടായില്ല. വിമല ഒരുപോള കണ്ണടയ്ക്കാതെ ദൂരേക്ക് നോക്കിയിരുന്നു. ചക്രവാളത്തിൽ വൈരപ്പൊടി വിതറിയ പോലെ നക്ഷത്രത്തരികൾ മിന്നുകയും മങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ആകാശവിശാലതയ്ക്ക് കീഴെ ഭൂവിഭാഗങ്ങൾ ഒരു നേരിയ പുകമറയ്ക്കുള്ളിലെന്നവണ്ണം കാണപ്പെട്ടു. നേരമൊന്ന് വെളുത്തിരുന്നുവെങ്കിൽ, വിമല ആശിച്ചു. നേരം വെളുത്തിട്ട് എന്ത് ചെയ്യാൻ? എവിടേക്കാണ് യാത്ര? ആരാണ് തുണ? ദൈവമേ! 3 കുഞ്ഞുങ്ങൾ. ഹൃദയം ദീനമായി വിലപിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ അവർ കൈനീട്ടി ഭിക്ഷയാചിച്ചു വേണമോ ഇനി ജീവിക്കാൻ? എവിടെയെങ്കിലും വീട്ടുജോലിക്ക് നിൽക്കാമെന്ന് വെച്ചാൽ പോലും കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്തു ചെയ്യും? അതെല്ലാം ആലോചിച്ചപ്പോൾ ഈ രാത്രി ഒരിക്കലും പുലരാതിരുന്നെങ്കിൽ എന്നും അവൾ ആഗ്രഹിച്ചു. ചിലപ്പോൾ ഇതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് അവൾക്ക് തോന്നി. സത്യമാണോ ഇത്? വീടും കൂടും നഷ്ടപ്പെട്ട് 3 പിഞ്ചു കുഞ്ഞുങ്ങളുമായി അഭയത്തിനൊരിടമില്ലാതെ പാതയോര തന്താളിച്ച് നിൽക്കുന്ന അനാഥയായ ഒരു വിധവ തന്നെയാണോ ഞാൻ? വിമലയെന്ന സ്ത്രീ തന്നെയോ ഇത്? ഈ ദുരന്തങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? വിമലയ്ക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. ഇളം ചൂടുള്ള നീർത്തുള്ളികൾ നെറ്റിയിലും കവിളത്തും വന്നു വീണപ്പോൾ കുഞ്ഞുവാവ ഉണർന്നു ഞെരങ്ങി. വിമല വേഗം അവനെ കുലുക്കി ഉറക്കാൻ ശ്രമിച്ചു. അവൻ തന്നെ പൊതിഞ്ഞു പിടിച്ച സാരിത്തലപ്പ് വകഞ്ഞു മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആദ്യമായിട്ട് കാണുന്ന പോലെ, അവളുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കും പോലെ. പിന്നെ ഒരു നറും പുഞ്ചിരിയോടെ അവളുടെ നെഞ്ചിലേക്ക് തല ചേർത്തു. എൻ്റെ മോനെ!
അവൾ മനസ്സാ വിലപിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. നീ എന്തിന് ഈ ശാപം പിടിച്ച അമ്മയുടെ ഉദരത്തിൽ തന്നെ ജനിച്ചു? നിനക്ക് പിറക്കാൻ എത്രയോ വലിയ വീടുകൾ ഉണ്ടായിരുന്നു ഭൂമിയിൽ. സമ്പന്നരായ എത്രയോ സ്ത്രീകളുണ്ടായിരുന്നു. വിമല വീർപ്പടക്കി. എമ്മാലുവച്ചൻ പറഞ്ഞത് വിമല ഇപ്പോൾ ഓർത്തു. എത്ര വലിയ ദുഃഖം വന്നാലും അധീരയാവരുത്, പതറരുത്. നമ്മളത് ദൈവം ഏൽപ്പിച്ചു തന്ന ഒരു ഭാരം പോലെ സഹിക്കണം. എന്നിട്ടിങ്ങനെ വിചാരിക്കണം, നമ്മളെക്കാൾ ദുരിതവും സങ്കടവും അനുഭവിക്കുന്ന എത്രയോ ലക്ഷം പേരുണ്ട് ഭൂമിയിൽ. ശരിയായിരിക്കാം, വിമല സങ്കടം ഒതുക്കിക്കൊണ്ട് വിചാരിച്ചു. തന്നേക്കാൾ നിർഭാഗ്യവതികളായ അമ്മമാരും കുഞ്ഞുങ്ങളും ഭൂമിയിലുണ്ടാവാം. ഇതിനേക്കാൾ വലിയ ദുരിതം അവർ അനുഭവിക്കുന്നുണ്ടാവാം. അവശേഷിക്കുന്ന ഒരേയൊരു ആശാകിരണമാണ് ഇമ്മാനുവലച്ചൻ. വിവാഹിതരായ ശേഷം 2 തവണയേ അച്ഛനെ കണ്ടിട്ടുള്ളൂ. മോളുണ്ടായപ്പോഴും മോനുണ്ടായപ്പോഴും. 2 തവണയും സാജനെയും കൂട്ടി അച്ഛനെ ചെന്ന് കാണുകയായിരുന്നു. 4 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അന്ന് അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു, നീ ഭാഗ്യവതിയാണ് വിമലെ. നിനക്ക് 2 പൊന്നുകുടങ്ങളെ തന്നില്ലേ ദൈവം? നിന്നെ ഭൂമിയിലേക്ക് അനാഥയാക്കി അയച്ചുവെന്നും സഹിക്കാനാവാത്തത്ര സങ്കടങ്ങൾ നിനക്ക് തന്നുവെന്നും പറഞ്ഞ് നീ യേശുവിൻ്റെ മുമ്പിൽ നിന്ന് എത്രയോ വട്ടം പരാതിപ്പെടുകയും കരയുകയും ചെയ്തിരിക്കുന്നു. ദൈവം നിന്റെ പരാതിയും കരച്ചിലും കേട്ടില്ലേ? നിന്നെ അനുഗ്രഹിച്ചില്ലേ? നോവൽ തുടരും.